ബാക്കിലൊക്കെ കാണാമെന്നല്ല എവിടെയെങ്കിലും പൊട്ടി ആരെങ്കിലും തീർന്ന വെള്ളക്കുട്ടത്തിന് വെളിയിൽ പോവേ സൂക്ഷിച്ചാണ്. നാളെ എനിക്കൊരു കണ്ടതാ ഓഫീസിൽ എത്തണമെന്ന് സാറ് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ സൂക്ഷിച്ച് തോക്ക് പൊട്ട് നീ പോക്കറ്റേങ്ങാണ്ട് എടുത്ത് എനിക്ക് നാളെ പരേഡുണ്ട് കേട്ടോ. നാളെ ഓഫീസിൽ പരേഡുണ്ട്. പരേഡ് തെറ്റിച്ചാൽ കിട്ടും ഒന്നാക്കി രണ്ടും ഉണ്ടായി. ശരിക്കും വാച്ചേക്കാം ഇതെന്തോന്നാ അതല്ലേ ഇങ്ങോട്ടാ അതെ ഇങ്ങനെ പോണ്ട നല്ല കൊള്ളാണ്. അടിയോ ഇല്ലേ അടി അടിപൊളിയല്ലേ? നല്ല റോഡാണല്ലേ? ഇവിടെ ആറാത്തോടല്ലോ ഉണ്ടോ കുളിക്കാൻ? തോടുണ്ട് കുളമുണ്ട്. വിശ്രമ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കിടക്കാം. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഉണ്ടെന്തത് ഇന്നെന്ത് വേറെ വിശേഷം വീട്ടിലൊക്കെ നല്ല സുഖം തന്നെ. വിശേഷമൊന്നുമില്ല. നല്ല വിശേഷം. പിന്നെ ചേട്ടന് വണ്ടിയുണ്ടോ? ഞങ്ങളങ്ങനെ കഴിയണം. ചേട്ടന് വണ്ടിയുണ്ടോ? ഓ വണ്ടിയില്ല. ഞങ്ങൾ നടന്നു പോവാ. അതെ പിന്നെ വേറെ വിശേഷം ശരിയൊന്നുമില്ല. പിന്നെ 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 നോക്കണ്ട്. പിന്നെ ചെറുപ്പമായിട്ടൊന്നും പറയല്ല. കഴിഞ്ഞിട്ടോ ഈ പുഴി ഉണ്ടാവും കേട്ടോ. ഫുൾ വട്ട ഇവിടെ നല്ല വെള്ളം. എന്തൊക്കെ പറയാം. ഇതാണെങ്കിൽ കുടിയൊന്നും കിടക്കാൻ ഇതിലേ
എന്തുപടി ഇത് സ്ത്രീ? നീ സ്ത്രീ ആണോടി? കൊല്ലി ഹാൻസപ്പ്. എന്താണ് ഇവിടെ വനത്തിനുള്ളിൽ? വനത്തിനുള്ളിൽ എന്താണ്? വനത്തിനുള്ളിൽ എന്താണ്? ഇവിടെ എന്താണ് അവിഹിതം? നിന്റെ പേരെന്തടി? റോസി. നിന്റെ സ്ഥലം എവിടെടി? ഇവിടെ വനത്തിൽ എങ്ങനെയടി വന്നു പെട്ടു? ഇവിടെ വരലെന്നല്ലേടി പറഞ്ഞേക്കുന്ന 4 മണിക്ക് 4 മണിക്ക് ശേഷം ഇവിടെ അനുവാദം ഇല്ലല്ലോ. എങ്ങനെയടി ഇവിടെ കയറി? ഞാൻ വിളിച്ച് അവിടെ അന്വേഷിച്ചു നോക്കാം. സാർ അങ്ങോട്ട് പോക്കോ. ഞാൻ ഇവിടെ കയറി അവിടെ വിളിച്ചു നോക്കട്ടെ. എന്തോ കാണിച്ചേ? അപകടം നടത്തുന്നേ. ഹലോ സാറേ. സുബി സാറേ. എന്തുപടി വനത്തെ അശുദ്ധമാക്കുന്നു? സുബി സാറേ, നിങ്ങൾ ഇവിടെ ആൾക്കാരെ വല്ലതും കയറ്റിയായിരുന്നു? എന്തുപടി ഇയാളെന്നോടെ പല ചിരിക്കുന്നേ? പല എന്തോന്ന് വഴിയാത്രക്കാരാണോ കാട്ടിൽ? എന്തൊരു അഭിഗതം! അവിടെ അനുവാദം വാങ്ങിച്ചിട്ടില്ല. 4 മണിക്ക് ശേഷം ഈ കാട്ടിൽ ഒരു മനുഷ്യനെ അനുവാദമില്ല. എങ്ങനെയാണ് നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? റഹീം. അവനെന്തോടെ ജോലി? കോൺക്രീറ്റ് പണി. അവൻ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നീ വനത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തോക്കിനോട് മേഡം നിനക്ക് എത്ര കുട്ടികളാടി? 4 കുട്ടികളോ? 4 കുട്ടികളാ? അപ്പൊ നീ ചില്ലറക്കാരിയൊന്നും അല്ല. ഇത് ഒരുപാട് കളി കളിച്ചതാ. നീ എന്താടി വേൾഡ് റെക്കോർഡ് അടിക്കാൻ പോന്നോടി? വേൾഡ് റെക്കോർഡ് അടിക്കാൻ പോന്നോ? കുട്ടികളെ ഉണ്ടാക്കുന്ന മിഷീനാണോ? എന്തോടി ഇത്? ഇങ്ങനെ ഉണ്ടോടി? ഇതെന്ന് അമേരിക്കയാ? അമേരിക്കയാണോ വന്നോന്ന്? തന്നെ കണ്ട ഒരു 10-60 വയസ്സ് പറയുമല്ലോ. 10-70 വയസ്സും. ഈ പെണ്ണിനെ കൊണ്ട് എങ്ങനെയാണോ വനത്തിൽ കിടന്നേ? കിടന്നു പോയോ? നിനക്കൊക്കെ കിടക്കാനുള്ള സ്ഥലമല്ല. നിനക്കൊക്കെ കിടക്കാനുള്ള സ്ഥലമല്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാൻ വേണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. ഹലോ ആദിത്യൻ സാറേ, ഇവിടെ ഞാനും പ്രശാന്ത് സാറൂടെ നടന്നു വന്നപ്പോഴേ ഭയങ്കരമായിട്ടൊരു സൗണ്ട് കേട്ടു. വന്ന് നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഒരാണും ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ കിടന്നുകൊണ്ട് ഇവിടെ കലാപരിപാടി നടത്തുന്നു. നമ്മുടെ മനം അശുദ്ധമാക്കാൻ കൊള്ളാമോ? 4 മണിക്ക് ശേഷം ഇവിടെ കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് രണ്ടും കൂടെ കയറും പൊട്ടിച്ചോണ്ട് എവിടുന്ന് വന്നെന്ന് നമുക്കറിയില്ല. റിപ്പോർട്ട് ചെയ്യണം. ഞാൻ അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാം. ഓക്കെ സാർ, വെച്ചോളൂ. താങ്ക് യു. റിപ്പോർട്ട് ചെയ്തിട്ടില്ല മേഡം. ഞാൻ ഇപ്പൊ സുബി സാറിനെ വിളിച്ചേ. ഇനിയും നിനക്കെന്തോ അടുത്ത കലാപരിപാടി? എനിക്ക് എത്ര കലാപരിപാടി? നിങ്ങൾ വിട്ടുപിരിയണ്ട. കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. നിങ്ങൾ പോകൂലേ? ഇറങ്ങടാ. ഒരു അസ്ഥി കൂടെ ഒരു കമുങ്ങും, ഒരു അസ്ഥി കൂടെ ഒരു കമുങ്ങും. എന്തോന്നത്? വെള്ളരിക്കാ പട്ടണോ? നിനക്ക് രണ്ടിനും ഈ വനത്തിനുള്ളിൽ കടക്കാൻ ഞാനൊരു സാക്ഷ്യം കഴിയാ? നാണം വരുമ്പോ മേഡം അവിടെ ഇപ്പൊ പോലീസ്
കോടതിയിൽ ഇപ്പൊ വണ്ടി വരും, പോലീസ് വണ്ടി ഇങ്ങോട്ട് കടന്നു വരത്തില്ല, അവിടെ വരെ വരത്തുള്ളൂ. നമ്മുടെ ഇപ്പൊ ശിവ സാറിനെ ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. ശിവ സാർ ഇപ്പൊ അങ്ങ് വരുമായിരിക്കും. ശിവ സാറിനെ വിളിച്ചു.